ഇലകൾ പൊഴിയും കാലത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. ഇടിയോടുകൂടി വന്ന ആ കൊടുങ്കാറ്റ് അവിടെയുള്ള എല്ലാ മരങ്ങളെയും വല്ലാതെ പേടിപ്പിച്ചു. ഞാൻ തന്നെ ഈ കാട്ടിന്റെ രാജ. ഇവിടെ ഉള്ളവരിൽ ഞാൻ തന്നെ ഏറ്റവും വലിയ ഉയർന്നവൻ, അത് മാത്രമല്ല ശക്തിശാലിയും. ഈ ശക്തിയായ കാറ്റും കൊടുങ്കാറ്റും എല്ലാം എന്നെ കൊണ്ട് എതിർത്ത് നിൽക്കാൻ കഴിയും, കാരണം ഞാൻ വലിയവൻ. ഞങ്ങൾ സാധുക്കളാ, ശക്തിയില്ലാത്തവരാ. ഞങ്ങൾ ഈ കൊടുങ്കാറ്റിനെ എതിർത്ത് യുദ്ധമൊന്നും ചെയ്യില്ല. തല താഴ്ത്തി അതിനനുസരിച്ച് ഞങ്ങൾ നിൽക്കും. ആ കാറ്റ് ശക്തമായിക്കൊണ്ടിരുന്നു. ആ ഭയങ്കരമായ കാറ്റ് ചുഴലിക്കാറ്റായി മാറാൻ തുടങ്ങി. അത് ഭയങ്കരമായിരുന്നു. ഞാൻ എല്ലാരെക്കാട്ടും വലിയ ശക്തിശാലിയാണ്. ഞാൻ തല താഴ്ത്തില്ല. ഈ ശക്തമായ കാറ്റ് എനിക്ക് എതിർക്കാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് വലിയ ശബ്ദത്തോടുകൂടി ആ വലിയ മരം അരികിലൂടെ പോയിക്കൊണ്ടിരുന്ന നദിയിലേക്ക് മറിഞ്ഞു വീണു. അത്ര വലിയ കാറ്റായിരുന്നത്. എന്റെ ദൈവമേ, ഈ കാട്ടിന്റെ രാജാവ് ഒരു കൊമ്പിനെ പോലെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നല്ലോ. ഈ ഭയങ്കരമായ ചുഴലിക്കാറ്റിന്റെ ബലം നമ്മുടെ രാജാവിനെ തകർത്തു. ഇപ്പോ എന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. അയ്യോ, എനിക്ക് മാത്രം എന്തിനിങ്ങനെ സംഭവിച്ചു? എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ. നീ എപ്പോഴും അകംഭാവം ഉള്ളവനാ, നിനക്കറിയോ? ശക്തമായി വന്ന കാറ്റിനെ നീ എന്തിനാ എതിർത്ത് നിന്നത്? ഇപ്പൊ കണ്ടില്ലേ, നീ ഞങ്ങളുടെ കാലിന്റെ അടിയിലാ കിടക്കുന്നത്. ഞങ്ങൾക്കറിയാം, ഇത്ര ശക്തമായ കാറ്റിനെ തീർച്ചയായും ഞങ്ങൾക്ക് എതിർക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന ചെറിയ കാറ്റിന് പോലും തല താഴ്ത്തി നിന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത്. പൊട്ടിപ്പോകുന്നതിനേക്കാളും വളഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ മനസ്സിലായോ കുട്ടികളെ? അഹംഭാവത്തിനേക്കാളും മര്യാദയാണ് എപ്പോഴും നല്ലത്. മനസ്സിലായോ? ജയിക്കാൻ പോകുന്നത് ഞാനാ. ആദ്യം നീ ആ വഴിയാത്രക്കാരന്റെ പുതപ്പ് ഊരാൻ നോക്ക്. അതിനുശേഷം ഞാൻ ശ്രമിക്കാം.